നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 25-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ അമ്മോന്യരുടെ നേരെ മുഖം തിരിച്ച് അവരെക്കുറിച്ച് പ്രവചിച്ച് അമ്മോന്യരോട് പറയേണ്ടത്, യഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായി തീർന്നപ്പോൾ, നീ അതിനെയും ഇസ്രായേൽ ദേശം ശൂന്യമായി തീർന്നപ്പോൾ, അതിനെയും യഹൂദഗൃഹം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരെയും ചൊല്ലി നന്നായി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും. അവർ നിങ്ങൾ പാളയമടിച്ച് നിവാസങ്ങളെ ഉണ്ടാക്കും. അവർ നിന്റെ ഫലം തിന്നുകയും നിന്റെ പാൽ കുടിക്കുകയും ചെയ്യും. ഞാൻ രബ്ബയെ ഒട്ടകങ്ങൾക്ക് കിടപ്പിടവും അമ്മോന്യരെ ആട്ടിൻകൂട്ടങ്ങൾക്ക് താവളവുമാക്കും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു: ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് നീ കൈകൊട്ടി കാലുകൊണ്ട് ചവിട്ടി സർവ്വനിന്ദയോടും കൂടെ ഹൃദയപൂർവ്വം സന്തോഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ ജാതികൾക്ക് കവർച്ചയായി കൊടുക്കും. ഞാൻ നിന്നെ വംശങ്ങളിൽ നിന്ന് ഛേദിച്ച ദേശങ്ങളിൽ നിന്ന് മുടിച്ച് നശിപ്പിച്ച് കളയും. ഞാൻ യഹോവ എന്ന് നീ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: യഹൂദ ഗൃഹം സകല ജാതികളെയും പോലെയത്രയെന്ന് മോവാബും സേയീരും പറയുന്നത് കൊണ്ട് ഞാൻ മോവാബിന്റെ പാർശ്വത്തെ അതിന്റെ അതിർത്തികളിലുള്ള പട്ടണങ്ങളായി ദേശത്തിന്റെ മഹത്തരമായ ബെത്ത് യെശീമോത്ത്, ബാൽമെയോൻ, കിര്യത്തയീം എന്നീ പട്ടണങ്ങൾ മുതൽ തുറന്നുവെച്ചവയെ അമ്മോന്യർ ജാതികളുടെ ഇടയിൽ ഓർക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് അമ്മോന്യരോടുകൂടെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും. അങ്ങനെ ഞാൻ മോവാബിൽ ന്യായവിധി നടത്തും. ഞാൻ യഹോവയെന്ന് അവർ അറിയും. യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു: ഏദോം യഹൂദ ഗൃഹത്തോട് പ്രതികാരം ചെയ്ത് പകരം വീട്ടി ഏറ്റവും കുറ്റം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ഏദോമിന്റെ നേരെ കൈനീട്ടി അതിൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ചതിനെ ശൂന്യമാക്കി കളയും. തേമാൻ മുതൽ ദേദാൻ വരെ അവർ വാളിന് വീഴും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേൽ മുഖാന്തരം ഏദോമിനോട് പ്രതികാരം നടത്തും. അവർ എൻ്റെ കോപത്തിനും എൻ്റെ ക്രോധത്തിനും തക്കവണ്ണം ഏദോമിനോട് ചെയ്യും. അപ്പോൾ അവർ എൻ്റെ പ്രതികാരം അറിയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഫെലിസ്തർ പ്രതികാരം ചെയ്ത് പൂർവ്വദേശത്തോടു കൂടെ നാശം വരുത്തുവാൻ നിന്നാഹൃദയത്തോടു കൂടെ പകരം വീട്ടിയിരിക്കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ഫെലിസ്ത്യരുടെ നേരെ കൈനീട്ടി ക്രേത്യരെ സംഹരിച്ച് കടൽക്കരയിൽ ശേഷിപ്പുള്ളവരെ നശിപ്പിച്ചു കളയും. ഞാൻ ക്രോധ ശിക്ഷകളോടു കൂടെ അവരോട് പ്രതികാരം നടത്തും. ഞാൻ പ്രതികാരം അവരോട് നടത്തുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. അമ്മോന്യർ, ഏദോമ്യർ, ഫെലിസ്ത്യർ എന്നീ 3 ജാതികളുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയാണ് 25-ാം അധ്യായത്തിലെ വിഷയം. ഇതിൽ അമ്മോന്യരുടെ പാപം അവർ ഇസ്രായേലിന്റെ പതനം കണ്ട് സന്തോഷിച്ചു എന്നുള്ളതാണ്. ശത്രുക്കൾ വന്ന് ഇസ്രായേലിനെ പീഡിപ്പിച്ചപ്പോൾ ഇസ്രായേലിനെ സഹായിക്കേണ്ടവരാണ് മോവാബ്യരും അമ്മോന്യരും. കാരണം ഇസ്രായേല്യരുടെ പൂർവ്വപിതാവായ അബ്രഹാമാണ് അമ്മോന്യരുടെയും മോവാബ്യരുടെയും പൂർവ്വപിതാവായ ലോത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലെത്തിയപ്പോൾ മോവാബ്യർ അപ്പവും വെള്ളവുമായി എതിരേൽക്കേണ്ടതിനു പകരം ഇസ്രായേലിനെ അട്ടിപ്പായിക്കുകയാണ് ഉണ്ടായത്. അവരെ ശപിക്കുവാൻ ബിലെയാമിനെ വിളിക്കുകയാണ് ഉണ്ടായത്. അതിനാൽ അവരുമായി ഒരു സഖ്യതയും ഒരു കാലത്തും പുലർത്തരുതെന്ന് ദൈവം കൽപ്പിച്ചു. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൽ അതുണ്ട്. ഇവിടെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിനുണ്ടായ ശിക്ഷയിൽ അവർ ദുഃഖിക്കേണ്ടതായിരുന്നു. എന്നാൽ അവർ തമ്മിൽ പറഞ്ഞ് സന്തോഷിച്ചതിനാൽ ദൈവം അവരെ കിഴക്കേ ദേശക്കാരെ വരുത്തി ഉന്മൂലനാശം വരുത്തും എന്നായിരുന്നു. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഏദോമ്യരെ ദൈവം ശിക്ഷിക്കുന്ന കാര്യമാണ്. അവർ യാക്കോബിന്റെ സഹോദരനായ ഏശാവിന്റെ
പിന്തുടർച്ചക്കാരാണ്. അവർ ഇസ്രായേലിന്റെ കഷ്ടത്തിൽ സഹായിക്കേണ്ടതിന് പകരം ഉപദ്രവിച്ചതിനാൽ ദൈവം വാൾ വരുത്തി ശിക്ഷിച്ച് ശൂന്യമാക്കും എന്നായിരുന്നു. 5 മുതൽ 17 വരെ ഫെലിസ്ത്യരുടെ മേലുള്ള ന്യായവിധിയാണ്. ഫെലിസ്ത്യർ അബ്രഹാമിന്റെ കാലം മുതൽ ദൈവജനത്തെ കവർച്ച ചെയ്യുന്നവരും ഉപദ്രവിക്കുന്നവരുമാകയാൽ അമ്മോന്യരോടും ഏദോമ്യരോടും കൂടെ ഇവരും ശിക്ഷിക്കപ്പെടുകയാണ്. ദൈവം ഏതെങ്കിലും വിശ്വാസിക്ക് ബാലശിക്ഷ നൽകിയാൽ അത് കണ്ട് സന്തോഷിക്കാനോ പരസ്പരം പറഞ്ഞ് നിന്ദിക്കാനോ പാടില്ല. അത് കണ്ട് ഭയപ്പെട്ട് തങ്ങളെ തന്നെ താഴ്ത്തുകയാണ് വേണ്ടത്. റോമർ 11:20 ഞെളിയാതെ ഭയപ്പെടുക എന്നാണ് കാണുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.